നമുക്ക് ഇന്നൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ കേക്ക് സെറ്റപ്പ് തയ്യാറാക്കാം. അതിനായി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉപ്പിട്ട് ലെവൽ ചെയ്യുക. എല്ലായിടത്തും ചൂട് ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയാണിത്. അതിനകത്തേക്ക് ഒരു റിംഗ് ഇറക്കി വെക്കുക. ആവി പോവാത്ത രീതിയിൽ ഇത് മൂടി വെക്കുക. എന്നിട്ട് ഈ പാത്രം മാറ്റി വെക്കുക. അടുത്തതായി കേക്ക് ടിൻ തയ്യാറാക്കാം. ഇതിനായി 7 ഇഞ്ചുള്ള ഒരു പാത്രം എടുത്ത് സൈഡിലും അടിയിലും സൺഫ്ലവർ ഓയിൽ പുരട്ടിയതിനു ശേഷം ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അടുത്തതായി ക്യാരറ്റ് മിക്സ് തയ്യാറാക്കാം. ആദ്യമായി ഒരു ചട്ടിയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടുക. പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ തീ കുറച്ച് ഇളക്കുക. ഈ ഒരു കളർ ആകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഇടുക. ഇതിലേക്ക് 1/4 കപ്പ് മുന്തിരി ഇടുക. ഞാനിവിടെ വെളുത്ത മുന്തിരിയാണ് ഇടുന്നത്. നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അതിനുശേഷം ഇത് വറ്റി വേവട്ടെ. തീർത്ത് വറ്റണ്ട. ക്യാരറ്റ് ഇതിൽ കിടന്ന് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ക്യാരറ്റ് വെന്ത് കഴിയുമ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഇങ്ങനെ ലെവൽ ചെയ്ത് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് ഇത് അരിച്ചെടുക്കുക. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. അതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ വാനില എസൻസ് ഒഴിക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അതിനുശേഷം അത് ബീറ്റർ ഉപയോഗിച്ച് പതപ്പിക്കുക. ആദ്യം 1-ലിട്ട് പതപ്പിക്കുക. അതിനുശേഷം സ്പീഡ് കൂട്ടി നന്നായി പതപ്പിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നതുവരെ പതപ്പിക്കുക. 1/2 കപ്പ് പഞ്ചസാര 3 ഗ്രാമ്പു ഇട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുക. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ചേർക്കേണ്ടത്. ആദ്യം കുറച്ച് ഭാഗം മാത്രം ചേർക്കുക. എന്നിട്ട് ഇത് സ്പാച്ചുല വെച്ച് ഇളക്കുക. 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് ചേർക്കേണ്ടത്. ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ അടിയിൽ പോയി തങ്ങാതിരിക്കാൻ സ്പാച്ചുല വെച്ച് നന്നായി ഇളക്കുക. നേരത്തെ തയ്യാറാക്കി തണുക്കാനായി വെച്ചിരുന്ന ക്യാരറ്റ് മിക്സ് എടുക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇത് ബാറ്ററിലോട്ട് ചേർക്കുക. ഇത് സ്പാച്ചുല വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഞാനൊരു അരിപ്പയിൽ വെച്ചാണ് ഇത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. 3-4 പ്രാവശ്യമായിട്ടാണ് ചേർക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. ഇനി ബബിൾസ് മുഴുവനായി പോകുന്നത് വരെ 10-30 തവണ നന്നായി ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം തയ്യാറാക്കി ഗ്യാസ് സ്റ്റവിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കുക. ആ പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇറക്കി വെക്കാവൂ. 45 മിനിറ്റിന് ശേഷം ക്യാരറ്റ് കേക്ക് പുറത്തിറക്കുക. ഇത് നല്ല സോഫ്റ്റായി ഇരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. ക്യാരറ്റ് കേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. നല്ല ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.